ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പടം അഡിയോസ് അമീഗ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടം എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് പറയാം. പടം ഇറ്റ്സ് എ ആവറേജ് മൂവി. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്ന ആവറേജ് മൂവീസിൽ ഫസ്റ്റ് കൊടുക്കാൻ പറ്റിയത് ഏറത്തിനായിരുന്നു എന്നാണ്. പക്ഷേ ഈ പടം കണ്ടോടെ അത് പോയി കിട്ടി. ഏറെ സെക്കൻഡ് ആയിപ്പോയി, ഇത് ഫസ്റ്റ് കയറി. പടത്തിൻ്റെ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല ഒരുപാട് കോമഡിയും ഇമോഷണലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. ബട്ട് ഇൻ സെക്കൻഡ് ഹാഫ് ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി ഉണ്ട്, പിന്നെ നമ്മുടെ സുരാജ് വെണ്ണാറമ്മൂടുണ്ട്, പിന്നെ ജിനു ജോസഫ് ഉണ്ട്, പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഗണപതി ഉണ്ട്. ഇത്ര പേരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പാടം ഞാൻ പറഞ്ഞില്ല, പാട്ട് ആരാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസർ? ബീജിയം കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ രോദനമായിരിക്കും. കാരണം അമ്മാതിരി വരപ്പിക്കരുത്. സെക്കൻഡ് ഹാഫിൽ ബീജിയം എന്നടാ പണി വെച്ചിരിക്കുക. പാട്ട് നല്ലതായിട്ട് ഒരു പാട്ടെന്തോ 2 പാട്ടെന്തോ ഉണ്ട്. അതിൽ ഒരു പാട്ട് കൊള്ളാം, ഒരു പാട്ട് ആവറേജ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ സിനിമാറ്റോഗ്രഫി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്ന് പറഞ്ഞോടാ. പടം ഡയറക്റ്റ് ചെയ്ത നെസറ അങ്ങനെ എന്തൊരു പേരാണ്, നെസറ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കണത് കേട്ടാ. ഡയറക്റ്റ് ചെയ്തിരിക്കണത് എനിക്ക് ഡയറക്ടറോട് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് ഹാഫ് മര്യാദയ്ക്ക് ഒരു നല്ലതായിട്ട് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് എന്താണ് ഒരു ഫുള്ള് എന്താണ് നമ്മൾ എന്താ പറയുക, ക്രിഞ്ച് കയറ്റി വെച്ചിരിക്കണേന്നാണ് ചോദിക്കാനുള്ളത്. വേറെ ഒന്നും പറയാനുള്ളത്. അത്രയ്ക്കും അപരാധ പടമൊന്നും പറയാനില്ല. ആവറേജ് മൂവി. നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇരുന്ന് കണ്ടാണ്. ഒരു 2 മണി എന്തായപ്പോൾ 2 മണിയാണോ? യെസ്, 2 മണിയായപ്പോൾ കണ്ടു തുടങ്ങിയാണ്. ലാപ്പിലാണ് കണ്ടത്. ലാപ്പ് ഇപ്പോഴും ഓണായി കിടക്കുകയാണ്. ലാപ്പിലിരുന്ന് കണ്ടാണ്. 4:30 തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഷോകായിപ്പോയി. ക്ലൈമാക്സ് കുഴപ്പമില്ല, ആവറേജ് എന്ന്. എന്തായാലും ആസിഫലോടെ തലവെന്ന് പറഞ്ഞ പടം OTT വന്നെന്ന് പറയാനായിട്ടിരുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടിട്ട് ഞാൻ റിവ്യൂ അറിയാം. എന്തായാലും അതെങ്കിലും നല്ലതായിട്ട് വരട്ടെ. കിഷ്കണ്ട OTT വരാണ്ട് കയറ്റിയാണ്. സത്യം പറഞ്ഞാൽ ദിവസം കിഷ്കണ്ട കാണാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്ന് ടിക്കറ്റ് കിട്ടാന്നോട്ടാണ് അതിൻ്റെ റിവ്യൂ ആ പടം ഇറങ്ങാൻ വേണ്ടി വന്ന. പക്ഷേ ഏറത്തിൽ ഹൈപ്പുണ്ടായിരുന്നു, വേറെ കാര്യം. എന്തായാലും ആസിഫ് അലിക്ക, നിങ്ങൾ അഡിയോസ് അമീഗോ പോലത്തെ പടങ്ങൾ ചെയ്യണം. പക്ഷേ അത് നിങ്ങൾ സ്ക്രീൻ പ്ലേ നോക്കണം. സ്റ്റോറി നോക്കുമ്പോൾ സ്ക്രീൻ പ്ലേ നോക്കണം. സ്ക്രീൻ പ്ലേയിലാണ് സെക്കൻഡ് ഹാഫ് ഉഞ്ചിയത്. സ്റ്റോറി സൂപ്പർ. പിന്നെ പാട്ട് ഒരെണ്ണം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊരു പാട്ടുണ്ട്, അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമില്ലടി. എഡിറ്റിങ് പൊളിച്ച്, നല്ല എഡിറ്റിങ്. ആര് ചെയ്തെന്ന് അറിഞ്ഞൂടെ, അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ചെറിയ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റോറി ഒന്നും പറയാനില്ലടേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പടത്തിൻ്റെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ കാണാത്തതാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പടത്തിൻ്റെ പേര് എൻ്റെ ഇൻസ്റ്റ ID പറയാം. അത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അത് ഞാൻ കാണാത്തതാണെങ്കിൽ
കാണാത്താണെങ്കിൽ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.